ഏറ്റവും ധൈര്യമുള്ളവൻ അല്ലെങ്കിൽ ധൈര്യമുള്ളവൾ, ഏറ്റവും ഗട്ട്സ് ഉള്ളവൾ അല്ലെങ്കിൽ ഏറ്റവും കഴിവുള്ളവൻ, എല്ലാ തരത്തിലും മിടുക്കൻ എന്ന് പറയുന്നത് ആരെയാണ്? ജീവിക്കുക എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തിക്കും ജീവിതം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, ഒറ്റയൊരെണ്ണം, ഒരു പ്രാവശ്യം മാത്രം. നമ്മുടെ പ്രായത്തിൻ്റെ വലിപ്പം, നമ്മുടെ ആയുസ്സിൻ്റെ വലിപ്പം അറിയാതെയാണ് പല വ്യക്തികളും ജീവിക്കുന്നത്. അതായത് തന്നെ എത്ര ദിവസമുണ്ട്, നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 60 വയസ്സ് വരെയുള്ള ഒരുത്തൻ്റെ ആയുസ് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. എന്തിന് 15 വർഷം കൂടി ഒരാൾ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ ആയുസ്സിനെ കുറിച്ച് അറിയുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഞെട്ടുന്നത്. എന്തിനെ ചിന്തിക്കണം? 365 കൊണ്ട് ഗുണിച്ച് നോക്കിയാൽ മതി. വെറും 5000 ദിവസം മാത്രമേ ഉള്ളൂ. ഈ 5000 ദിവസത്തിൽ എല്ലാ ദിവസവും നമ്മൾ 24 മണിക്കൂറും ആക്റ്റീവല്ല. അതിൽ എത്രയോ സമയം നമ്മൾ ഉറങ്ങി തീർക്കുന്നു. പിന്നെ ആക്റ്റീവായിട്ടിരിക്കാത്ത കുറേ അധികം സമയങ്ങൾ. എങ്ങനെ പോയാലും ചുരുക്കി പറഞ്ഞാൽ ഒരു 2500 എന്ന് കൂട്ടാം. ഓർത്തോണേ, 15 വർഷം. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ആയുസ്സിൻ്റെ ലെവലിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ കണ്ടമാനം ദിവസങ്ങൾ കൂടിയെന്ന് തോന്നുന്നത് തന്നെ നമ്മുടെ ചെറുപ്പകാലത്തിൻ്റെ ആ അവസ്ഥയിലെ ദിവസങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തതയില്ലാത്തതുകൊണ്ടാണ്. അതാണ് നമുക്ക് വളരെയധികം ദിവസങ്ങൾ നമ്മുടെ കഴിഞ്ഞു പോയി, ഒത്തിരി ദിവസങ്ങളായോ എന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു മുതിർന്ന ഒരു സമയം വരുമ്പോൾ പ്രധാനമായിട്ടും എത്രയോ പെട്ടെന്ന് ഒരാഴ്ച കഴിഞ്ഞു പോയി. അതായത് ഒരു തിങ്കളാഴ്ച കഴിഞ്ഞു, അടുത്ത തിങ്കളാഴ്ചയിലേക്ക് എത്ര പെട്ടെന്ന് വന്നിരിക്കുന്നു. അല്ലെങ്കിൽ രാവിലെയായി പെട്ടെന്ന് എന്ത് വൈകുന്നേരമായി എന്നൊക്കെ തോന്നലുണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, അതായത് നമ്മൾ 60 വയസ്സ് വരെ ജീവിക്കുന്ന ഒരുത്തൻ്റെ യഥാർത്ഥ ലെവലെന്ന് പറഞ്ഞാൽ വെറും 20,000 ദിവസം മാത്രം, 22,000 ദിവസം മാത്രമേ വരുന്നുള്ളൂ. 20,000 കുട്ടികളും ഓർത്തു നോക്കി. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒരു മനുഷ്യൻ്റെ ഒരു പ്രാവശ്യം ഒരു ആയുസ് എന്ന് പറയുന്നത് അതിനെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുവാൻ കഴിയില്ലാത്ത അവസ്ഥയിലൂടെയാണ് മനുഷ്യൻ കടന്നു പോകുന്നത്. ജീവിതം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. അത് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നവനാണ് മിടുക്കൻ. സമൂഹത്തിൻ്റെയും മതത്തിൻ്റെയും ആവശ്യമാണ് തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക. ഒരുത്തനെ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചേക്ക്, അല്ലെങ്കിൽ ഒരുത്തനെ ഒരിടത്ത് പിടിച്ചിരുത്തുമ്പോഴാണ് അവനെ കൊണ്ട് പലതും ചെയ്യിക്കുവാനായിട്ട് സാധിക്കുന്നത്. അതാണ് ഈ പറയുന്ന ആവശ്യം. അങ്ങനെ വരുമ്പോൾ അവൻ അടിമയായിത്തീരുകയാണ്. പക്ഷേ മത ലെവലായിട്ടായാലും സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടായിട്ടായാലും ഓരോ തലമുറ കഴിയും തോറും അതിനെ പേടിപ്പിച്ച്, അല്ലെങ്കിൽ ഇങ്ങനെ ആയാലേ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുള്ളൂ, ഇങ്ങനെ ആയില്ലെങ്കിൽ അത് ശിക്ഷാർഹമാണ്, ഇങ്ങനെ ആയില്ലെങ്കിൽ ദൈവത്തിനത് ഇഷ്ടമാവുകയില്ല, ഇങ്ങനെ ആയില്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തും എന്നുള്ള തോന്നലിലേക്കാവുമ്പോൾ ഓരോ തലമുറ കഴിയും തോറും ഇതിന് അടിമയായിത്തീരുകയാണ്. എങ്ങനെയാണ് അടിമയായി തീർന്നെന്നുള്ളത് മുൻ വീഡിയോയിൽ ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ തെറ്റ് അല്ലെങ്കിൽ ശിക്ഷ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ മറ്റൊരു ജീവനെ ചൂഷണം ചെയ്യുമ്പോൾ, ചതിക്കുമ്പോൾ, സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ്. അങ്ങനെയായവർക്ക് വേണ്ടിയാണ് ഈ നിയമങ്ങളെല്ലാം വന്നത് തന്നെ. ആദ്യം മനുഷ്യൻ പൂർണ്ണ സ്വതന്ത്രനായിരുന്നു. അവൻ്റെ ഭക്ഷണം, ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം, വസ്ത്രം, അവന് കുടിക്കുവാനായിട്ടുള്ള വെള്ളം, സെക്സ്, ഇതെല്ലാം അവന് പൂർണ്ണമായിട്ടും മറ്റൊരു വ്യക്തിയെയും അവന് പേടിക്കാത്ത രീതിയിൽ ഉപയോഗിക്കുക എന്ന് പറയുന്ന അവസ്ഥയായിരുന്നു. എങ്കിൽ മാത്രമേ മറ്റൊരാളും ഈ അവസ്ഥയെ അനുഭവിക്കുവാനായിട്ട് അവന് ഇഷ്ടം തോന്നുകയുള്ളൂ, അവനും അത് ചെയ്യുമ്പോൾ തടയാതിരിക്കുകയുള്ളൂ. അസൂയ, കുശുമ്പ്, കുന്നായ്മ എന്നുള്ള അവസ്ഥയിലേക്ക് പോകാതിരിക്കുകയുള്ളൂ. പക്ഷെ സ്വാർത്ഥ താല്പര്യത്തിലേക്ക് പോകുവാനായിട്ട് തുടങ്ങിയപ്പോൾ കെട്ടിയിടുക എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തി. കെട്ടിയിടുക എന്ന് പറയുമ്പോൾ പട്ടി, പോത്ത്, പന്നി ഇവയെ കെട്ടിയിട്ടില്ലെങ്കിൽ എന്തു പറ്റും? അവ നാശനഷ്ടമുണ്ടാക്കും, അതിക്രമം നടത്തും, സ്വാർത്ഥ താല്പര്യം ചെയ്യും. അങ്ങനെയാണ് ക്രിസ്ത്യാനികളിൽ മിന്നുകെട്ട്.
ഹിന്ദുക്കളിൽ താലിക്കെട്ട് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വന്ന് കെട്ടിയിടുക എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു. കെട്ടിയിട്ടിട്ടുള്ള ഒരൊറ്റ അവസ്ഥയിലും യഥാർത്ഥത്തിലുള്ള മാനസിക സന്തോഷം, സമാധാനം, തൃപ്തി, ശാരീരിക സുഖം കിട്ടുകയില്ല. ആദ്യത്തെ ഒരു ലെവൽ കഴിയുമ്പോഴത്തേനും പിന്നീട് ഈ പറയുന്ന കുറ്റം പറച്ചിൽ, കുശിമ്പ്, കുന്നായ്മ, അതിക്രമം, കൊലപാതകം എന്നീ അവസ്ഥയിലേക്ക് കടന്നുപോയി. ഈ കാലയളവിലും അതിൻ്റെ ഏറ്റവും രൂക്ഷമായ ലെവലിലേക്ക് നീങ്ങിയിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. അതായത് സ്വാർത്ഥ താല്പര്യം, അതായത് മറ്റുള്ളവരെ നശിപ്പിക്കുക, മറ്റുള്ളവരെ ചൂഷണം ചെയ്യുക, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ കെട്ട് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെ സാരം. നിങ്ങൾ പൂർണ്ണ സ്വതന്ത്രമായിട്ട് നിങ്ങൾ ജീവിക്കുന്ന സമയത്ത് ലോകമുള്ളിടത്തോളം കാലം അതിനെ ഉപയോഗിക്കുവാൻ തക്കമുള്ള എല്ലാ അവസ്ഥയോടുകൂടിയായിരുന്നു ആദിമകാലത്ത് ഈ ഭൂമിയുടെ പ്രകൃതി തന്നെ. അത് എത്ര കാലം കഴിഞ്ഞാലും അതിൻ്റെ ലെവല് പൂർണ്ണതയിലേക്ക് എത്തിക്കുവാനുള്ള അവസ്ഥയും ഉണ്ടായിരുന്നു. അതിനെ തകിടം മറിഞ്ഞപ്പോഴാണ് ഈ പറയുന്ന സംവിധാനത്തിലേക്ക് എത്തിയത് തന്നെ. അതോടുകൂടി യഥാർത്ഥ രീതിയിലുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. നമ്മൾ ആദ്യം പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ, ഓരോ വ്യക്തിയും അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുമ്പോഴാണ്, ഒരേ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ മാത്രമേ അത് പൂർണ്ണതയാകുകയുള്ളൂ. എങ്കിൽ മാത്രമേ അവൻ മറ്റുള്ളവരിലേക്കും ഈ അവസ്ഥ സന്തോഷം കൊടുക്കുകയുള്ളൂ. മറ്റുള്ളവർക്കും ഈ സന്തോഷം അനുഭവിക്കുന്നത് കാണുമ്പോൾ അവന് സന്തോഷം ഉണ്ടാവുകയുള്ളൂ. അവിടെ അസൂയ, കുശുമ്പ്, കുന്നായ്മ എന്ന് പറയുന്ന അവസ്ഥ ഇല്ലാതാകുന്നു. അങ്ങനെ ജീവിക്കണം എങ്കിൽ എന്ത് വേണം? ധൈര്യം വേണം. ആ ധൈര്യമുള്ളവന് മാത്രമേ അത് സാധിക്കൂ. ആദ്യത്തെ ആ സ്വാതന്ത്ര്യത്തിൽ നിന്ന് ഇപ്പം വലിയ വലിയ കെട്ടുബന്ധങ്ങളിലേക്ക് പോയിരിക്കുന്നു. ഗവൺമെൻറ് എല്ലാ തലത്തിലും ലിവിങ് ടുഗദർ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടായിട്ട് പോലും ആൾക്കാർക്ക് അതിലേക്ക് പോകാതെ ഇരിക്കുന്നതിൻ്റെ കാര്യം, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പാപം, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് എന്നുള്ള രീതിയിലുള്ള സമൂഹത്തിൽ 100,000 ആശയങ്ങൾ നടത്തി അവനെ പിന്തിരിപ്പിക്കുന്നു, തെറ്റ് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്ന് യഥാർത്ഥം മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ജീവിക്കുവാനുള്ള ധൈര്യം, അതാണ് ഞാൻ ആദ്യം പറഞ്ഞ വാക്കുകൾ. ആരാണ് ആണത്തമുള്ളവൻ, ആരാണ് ധൈര്യമുള്ളവൻ, ആരാണ് ഗട്സ് ഉള്ളവൻ എന്നുള്ളത് ഈ പറയുന്ന കാര്യത്തിലൂടെ നിലനിൽക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. ഒരേ ഒരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതത്തിനെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ അനുഭവിക്കാൻ കഴിയുന്നവനാണ്, അവനത് ആസ്വദിച്ച് ജീവിക്കുവാൻ കഴിയുമ്പോഴാണ് അവനെ ധൈര്യവാൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ നിനക്ക് മറ്റുള്ളവരെ, ഇപ്പോൾ ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ അല്ലെങ്കിൽ മക്കൾ അപ്പനെ നോക്കിയില്ലെങ്കിൽ വാർദ്ധക്യകാലം അവരെങ്ങനെ ആകും എന്നുള്ള തീവ്രത നമുക്ക് മനസ്സിലാക്കാം. അവർ നോക്കിയില്ലെങ്കിൽ അവരുടെ കാര്യം പോയി, അല്ലെങ്കിൽ അവർ അനാഥാലയത്തിലേക്ക് പോയി എന്നുള്ള അവസ്ഥ വരില്ലായിരുന്നു. കാരണം സമൂഹത്തിലെ എല്ലാ തലത്തിലുള്ള ആൾക്കാർ പൂർണ്ണതയോടെ ഇവരെ നോക്കുവാനായിട്ടുണ്ടാകുമായിരുന്നു. വിശാലമായൊരു കാഴ്ചപ്പാടുണ്ടാകുമായിരുന്നു. വാർദ്ധക്യകാലത്തിൽ നോക്കുവാനായിട്ട് അതിന് മക്കൾ തന്നെ വേണമെന്നുണ്ടാകുമായിരുന്നില്ല. ഇപ്പം മക്കളെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാത്രം എത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ ഈ പറയുന്ന വൃദ്ധസദനങ്ങൾ, പൂർണ്ണമായ വിശാലമായിട്ടുള്ള അവസ്ഥ എല്ലാ തരത്തിലും ഉണ്ടാകുന്ന ഒരു സജ്ജീകരണമായിരുന്നു ആദ്യമ കാലഘട്ടത്തിൽ. അതായത് ഈ തെറ്റ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പ്, മനുഷ്യൻ സ്വാർത്ഥത ആകുന്നതിന് മുമ്പായിട്ട് രൂപീകരിച്ച അവസ്ഥ തന്നെ. അങ്ങനെ ആകുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിലുള്ള മാനസിക സന്തോഷം, സമാധാനം, തൃപ്തി, ശാരീരിക സുഖം എന്നിവ ഉണ്ടാവുകയും പുരോഗതി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരികയുള്ളൂ. പുരോഗമനം, അവിടെ കൊലപാതകം ഇല്ലാതാകുന്നു, മറ്റീ പറഞ്ഞ സ്വാർത്ഥ ചിന്താഗതി ഇല്ലാതാകുന്നത്. ഇത് കണ്ണു തുറക്കണം എന്ന് പറയും നമ്മൾ. എല്ലാ മതഗ്രന്ഥങ്ങളിലും കണ്ണു തുറക്കുക. എല്ലാവരും ചിന്തിക്കുന്നത് ഞാൻ ചിന്തിക്കുന്നത് ശരിയാണല്ലോ എന്നാണ്. പക്ഷേ ആ ശരിയാണോ എന്നുള്ളത് തിരിച്ചറിയുന്നിടത്താണ്, ഞാൻ പറയുന്നത് ശരിയാണോ എന്നുള്ളത് തിരിച്ചറിയുന്നിടത്ത്, അവിടെയാണ് കണ്ണു തുറക്കുക എന്ന് പറയുന്ന അവസ്ഥയെത്തുന്നത്. പൂർണ്ണമായും ഭൂരിപക്ഷം പേരും കണ്ണു തുറക്കാതെ സ്വാർത്ഥ താല്പര്യ വ്യക്തികളുടെ അടിമകളായിട്ട് ജീവിച്ച് മരിക്കുകയും തൻ്റെ തലമുറയെ ഈ പറയുന്ന വിഡ്ഢിത്തരത്തിലേക്ക് നയിച്ചുകൊണ്ട് അവരുടെ ചിന്താഗതിയിൽ അതാണ് ശരി എന്ന് തോന്നുകയും, പക്ഷേ പൂർണ്ണ അടിമകളായിട്ട് ജീവിച്ചു പോകുന്ന ഒരു വ്യവസ്ഥയിലൂടെ തന്നെയാണ് ഇപ്പോൾ ഭൂരിപക്ഷ ജനവിഭാഗം കടന്നു പോകുന്നതെന്നും മനസ്സിലാക്കാം.
അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് ഒരായുസ് മാത്രമേ ഉള്ളൂ, ഒരൊറ്റ ജീവിതം മാത്രമേ ഉള്ളൂ. അതവൻ്റെ ഇഷ്ടത്തിന് അനുഭവിക്കുവാൻ കഴിയുന്ന വ്യക്തിക്ക് മാത്രമേ അവനെയാണ് ധൈര്യവാൻ എന്ന് പറയുന്നത്, ഗട്ട്സ് ഉള്ളവൻ എന്ന് പറയുന്നത്, കഴിവുള്ളവൻ എന്ന് പറയുന്നത്. അല്ലാത്തവരൊന്നും ഈ ഭാഗത്തിൽ പെടുന്നില്ല, മറ്റുള്ളവരുടെ അടിമകൾ മാത്രമാണ്. ഈ ധൈര്യമുള്ളവനെയാണ് ആണായിട്ട് പിറന്നവൻ അല്ലെങ്കിൽ പെണ്ണായിട്ട് പിറന്നവൾ എന്ന് പറയുന്നതെന്ന് ചുരുക്കം.